ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൗസാണ് കേട്ടോ. ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഒരു ബ്ലൗസാണ്, ഒരു നല്ലൊരു കസ്റ്റമറുടെ ബ്ലൗസാണ്. ഇതാണ് കളറ്, മയിൽപ്പീലി കളറല്ലേ ഇത്? ഒരു മയിൽപ്പീലി കളർ എന്ന് പറഞ്ഞാൽ പിന്നെ പീക്കോക്ക് ബ്ലൂ. പിന്നെ ഉള്ളത് ആ ബ്ലൗസിൻ്റെ അളവെന്ന് പറയാനായിട്ട് അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു കസ്റ്റമറാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ അളവ് എടുക്കാമെന്ന് വിചാരിച്ചത്, ഇതിന് കട്ടിങ് വന്നിരിക്കുന്നത് ക്രോസിലാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ബാക്ക് സ്ട്രെയിറ്റും ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്ത്. പിന്നെ ഇവർക്ക് ഹെവി ബസ്റ്റാണുള്ളത്. അപ്പോൾ ഈ ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് ഏത് രീതിയിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കണം, എത്രമാത്രം നമ്മൾ കട്ടിങ് താഴത്തേക്ക് ഇടണം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ കട്ടിങ് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ഉണ്ടോ, ഈ ബ്ലൗസിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ആ കസ്റ്റമർ അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര വളരെ മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന ഒരു ഞാൻ തയ്ച്ചാണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് ഇങ്ങനെയാണ്. അതിൻ്റെ ബ്ലൗസ് ബാക്ക് വരുന്നത് ഡയമണ്ട് ഷേപ്പിൽ വരുന്നിട്ട് അത് ലേസ് പിടിപ്പിക്കുന്നുണ്ട്. കയ്യിലും ഇതുപോലെ തന്നെ ഡയമണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതിലും ഒരു ലേസ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ട് ബ്ലൗസിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്താം, അളവുകളെല്ലാം അടയാളപ്പെടുത്താം കേട്ടോ. അതിന് നമുക്ക് നമ്മുടെ അളവ് ബ്ലൗസ് എടുത്തിട്ട് അതിൻ്റെ ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ഇറക്കം, ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് 16 ഇഞ്ചാണ്. അതിൻ്റെ ബ്ലൗസിൻ്റെ വണ്ണം വരുന്നത് 22 ഇഞ്ചാണ് വണ്ണം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മെറ്റീരിയലിലേക്ക് അടയാളപ്പെടുത്താം. താഴത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ബാക്കി 16 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തുക. അതിനുശേഷം തയ്യൽ തുമ്പും ഒരു അര ഇഞ്ച് കയറ്റി തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ബാക്കിലെ നെക്ക് വിത്ത് വരുന്നത് 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. നെക്ക് ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ചും അടയാളപ്പെടുത്തേണ്ടത് എന്തോന്നാന്ന് വെച്ചാൽ, ഇവരുടെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ ഒരു ഹോള് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് കുറച്ച് ഇറക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ തൊട്ട് ഡയമണ്ട് ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 9-10 ഇഞ്ച് വരും. ഡയമണ്ടിൻ്റെ അളവ് ഏകദേശം 4 ഇഞ്ചൊക്കെ നമുക്ക് എടുത്താൽ മതിയാകും കേട്ടോ. അപ്പം നമ്മൾ ഇത് ഒരു പേപ്പർ സ്ട്രിപ്പിലാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അളവെടുക്കുന്നത് 4 ഇഞ്ച് ലെങ്ത്ത്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇഞ്ച് താഴെ 2 ഇഞ്ച് മേളിലും സൈഡ് 2 ഇഞ്ച് അളവിൽപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഡയമണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാനത് തയ്യൽ തുമ്പും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് പേപ്പർ സ്ട്രിപ്പിൻ്റെ അകത്ത് ഇതിങ്ങനെ വെട്ടിയെടുക്കുവാണ് കേട്ടോ. എന്നാലും നമുക്ക് പേപ്പർ സ്ട്രിപ്പ് വെച്ചാലേ ഡയമണ്ടൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പ് വെട്ടിയെടുത്തു. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലത്തെ ആ ഒരു ഡയമണ്ടും കൂടി വെട്ടിക്കളയാണ് നമുക്ക് ആ ഷേപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഡയമണ്ട് ഷേപ്പിൽ ഞാൻ ആ പേപ്പർ സ്ട്രിപ്പ് വെട്ടിയെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കിലത്തേക്കുള്ളത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിലാണ് ഡയമണ്ട് ഷേപ്പ് കിട്ടിയേക്കണത്. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞിട്ട് വെച്ച് നോക്കുമ്പോൾ താഴത്ത് നമ്മുടെ ഇന്നർ കാണരുത്. അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ഹോളിൻ്റെ ലെങ്ത്ത് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാനത് വെട്ടിയെടുത്ത് മാറ്റി വെച്ചു. ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് നമുക്ക് അടയാളപ്പെടുത്താം. ഷോൾഡർ 2 ഇഞ്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഷോൾഡർ മതി. ഇപ്പോൾ 2 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി. പിന്നെ ആം അതിനൊരു ചരി വെച്ച് നമ്മൾ കൊടുത്തു. അതിന് ശേഷം ആം ഹോള് എനിക്ക് തോന്നുന്നു 9.5 ഇഞ്ചാണ് ആം ഹോള്. എന്നാലും നമുക്ക് അടയാളപ്പെടുത്തി നോക്കാം. മെഷർമെൻറ്റിൻ്റെ അളവ് നോക്കുമ്പോഴത്തേക്കും 9.5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ അളവ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച് ആം ഹോള് അളവ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 5.5 ഇഞ്ചിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു സ്ക്വയർ വരച്ചിട്ട് ആണ് ഞാൻ വണ്ണവും കൂടി അളപ്പെടുത്തിയിട്ടാണ് ആം ഹോൾ വരയ്ക്കുന്നത്. വണ്ണം 11 ഇഞ്ച്. അപ്പോൾ ആം ഹോൾ ഇങ്ങനെ വരച്ചു കൊടുത്തു. ആം ഹോൾ വരച്ചതിന് ശേഷം നമ്മളൊന്ന് അടയാളപ്പെടുത്തി നോക്കണം കേട്ടോ. അതായത് 9.5 ഇഞ്ച് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ 9.5 ഇഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു അര ഇഞ്ചും കൂടി താഴത്തേക്ക് അതിൻ്റെ സ്ക്വയർ താഴത്തേക്ക് കുഴിച്ച് വരച്ചു. എന്നിട്ട് ഒന്നും കൂടി കുഴിച്ച് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തി നോക്കുമ്പോൾ കൃത്യം 9.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. വണ്ണം ഷോൾഡർ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ താഴത്തെ വണ്ണം ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി നമ്മളിതൊന്ന് വരച്ചു കൊടുക്കുക. താഴത്തെ വണ്ണം 18 താഴത്തെ വണ്ണം വരുന്നത്, 18 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നമ്മുടെ വൺ സൈഡ് മെഷർമെൻറ്റ് 9 ഇഞ്ചസ് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് സൈഡിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. തയ്യൽ തുമ്പും കൂടിയുള്ള വരച്ചു കൊടുക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ചെയ്തേക്കണത്. നമ്മൾ ഇനി ഇത് വേഗം തന്നെ വെട്ടിയെടുക്കുക. ബ്ലൗസ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ബ്ലൗസ് തയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ മെഷർമെൻറ്റാണ് ആൾക്കാർക്ക് കൺഫ്യൂസ് ആക്കുന്നത്. കാരണം ഹെവി ബസ്റ്റും അതേപോലെ തന്നെ ചിലവർക്ക് കൈക്ക് വണ്ണം ഉണ്ടാവില്ല, പക്ഷേ ബോഡി ഭയങ്കര വണ്ണമുള്ളതായിരിക്കും. അങ്ങനെയുള്ളവരുടെയൊക്കെ അളവ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നോർമൽ ഒരു ബോഡി സ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് നോർമൽ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിരിക്കും. അല്ലാതെയുള്ള അളവൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും വളരെ ക്രിട്ടിക്കലായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് പീസ് വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടണം കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ ബാക്ക് ലെങ്തിൻ്റെ ഇറക്കം 16 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെ പട്ട വരുന്ന ഭാഗം, അതായത് ലോവർ ബസ്റ്റിൻ്റെ അവിടം വരെ അടയാളപ്പെടുത്തി കൊടുക്കുക. 15 ഇഞ്ചാണ് കേട്ടോ ഈ ഒരു കസ്റ്റമറിന് വേണ്ടത്. 15 ഇഞ്ചാന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്രമാത്രം ഇറക്കം ഹെവി ബസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതിന് ടക്ക് പോയിൻറ്റ് വരുന്നത് 12 ഇഞ്ചാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ആ ടക്ക് പോയിൻ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 15.5 ഇഞ്ചും വണ്ണം വരുന്നത് 11. അത് നോർമൽ നമ്മുടെ വണ്ണം. താഴത്തെ വണ്ണം വരുന്നത് 9, അതും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ ബ്ലൗസ് ക്രോസാണ്. അപ്പോൾ നമ്മളിതും ചരിച്ച് വെച്ച് ഇങ്ങനെ ചരിച്ച് വെക്കണം കേട്ടോ. ചരിച്ച് വെച്ചിട്ട് ക്രോസിൽ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ക്രോസിലാണ് ഈ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ബാക്ക് പീസ് വെച്ചിട്ട് ആ സെയിം മെഷർമെൻ്റ് ഒന്ന് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ബോഡിയിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റ്സൊക്കെ അളക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ടക്ക് പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. മേലത്തെ ഷോൾഡറും തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് 12 ഇഞ്ച് വണ്ണം, ഈ പറഞ്ഞ പോലെ 11 ഇഞ്ചാണ് വണ്ണം. അപ്പം നമ്മുടെ സൈഡിൽ ടക്കിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ മെറ്റീരിയൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു കുറച്ചും കൂടി നീളത്തിൽ നമ്മൾ ഒരു 1.5 ഇഞ്ചോളം നീളത്തിൽ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വരുന്നത് 15.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 15 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. സ്ട്രെയിറ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടോ. പിന്നെ നമ്മുടെ ഇങ്ങനെ ഹെവി ബസ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫ്രണ്ട് നമ്മൾ ഹുക്ക് വലിച്ച് കുത്തുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് കെടിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരം നമ്മൾ ഫ്രണ്ടിൽ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇപ്പോൾ ബ്ലൗസിലൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക്, അതായത് 1/2 ഇഞ്ച് മടങ്ങുമല്ലോ. ഹുക്കിനുള്ളത് 1/2 ഇഞ്ച് മടങ്ങും, അതുപോലെ ലൂപ്പ് പിടിപ്പിക്കണം 1/2 ഇഞ്ചും മടങ്ങും. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി നമ്മുടെ നെക്ക് ഈ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇത് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ചെറിയ നെക്ക് വരച്ചാലും താഴത്തേക്ക് ഇങ്ങ് തൂങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വലിയതായിട്ട് നമ്മൾ നെക്ക് ഇറക്കം വെക്കത്തില്ല. ഒരു ബാക്ക് നെക്ക് 4 ആണെങ്കിൽ ഒരു 5 ഇഞ്ച് ലെങ്ത്ത് മാത്രമേ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിത് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കി അളവുകളൊക്കെ നോക്കുക. എല്ലാം നമ്മൾ ചെയ്ത് വെച്ച് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ആം ഹോളൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. കുഴിച്ച് വെട്ടേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അവിടുത്തെ ടക്ക് പോയിൻറ്റ് ഇച്ചിരി വീതിക്ക് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മുടെ ജസ്റ്റ് ഒന്ന് ഞാൻ നെക്കൊക്കെ ഒന്ന് വെട്ടുന്നതിന് മുന്നേ ഒന്ന് അളവെടുത്ത് നോക്കാം കേട്ടോ, എന്തോരം ഉണ്ടെന്ന്. കണ്ടോ, ഇത്രയും കിട്ടുന്നുണ്ട്. അത് നമ്മൾ തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം കറക്റ്റാവും. നമ്മൾ ഇതെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ ടക്ക് ഇടുന്നതിൻ്റെ നോട്ട്സൊക്കെ ഇടുന്നത്. അതായത് ചെറിയൊരു ഇത് വെട്ടിട്ട് കൊടുക്കും. ടക്ക് ഇടുന്ന അവിടെ വെട്ടിട്ട് കൊടുക്കും. പിന്നെ ഫ്രണ്ട് പീസിൻ്റെ ടക്കിൻ്റെ അവിടെ വെട്ടിട്ട് കൊടുക്കും. സൈഡ് ടക്കിൻ്റെ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ കട്ടിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ടക്ക് ഇടുന്ന ഒരു ഇതാണ്.
നമ്മളിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മറിച്ച് വെക്കുക. മറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ടക്ക് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കാരണം ഇനിയാണ് കറക്റ്റ് ടക്ക് പോയിൻറ്റ് വരുന്നത്. നമ്മുടെ അവിടെ നിന്നുള്ള ലെങ്ത്ത് എന്തോരം ഉണ്ടെന്ന് ഒരു 2-2.5 ഇഞ്ചാണ് ടക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നത്. സൈഡിലേക്ക് ഒരു ചെറിയ ചരിവ്, പിന്നെ ഫ്രണ്ടിലേക്ക് ഒരു ചരിവ്, ഇങ്ങനെ എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്തൊക്കെയാണ് നമ്മുടെ അവിടം വരെയുള്ള ലെങ്ത്ത് ഒരിക്കലും കുറയരുത് കേട്ടോ. 15.5 ഇഞ്ച് എന്നുള്ളത് 15 ഇഞ്ച് തന്നെ ആയിരിക്കണം. നമ്മൾ ഈ ടക്ക് പോയിൻ്റ് വരച്ചിട്ട് ബാക്കിലും ഫ്രണ്ടിലും 2 പീസിലും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതേപോലെ ടക്ക് ആം ഹോളിൻ്റെ അവിടെ വരുന്ന ടക്കിലും നമ്മൾ ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് ചരിവുണ്ട് നല്ല, അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് ചരിച്ച് വെട്ടിക്കളയണം. എന്നാൽ ആ ബ്ലൗസിനൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് കിട്ടുള്ളൂ. നമ്മളിതെല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ അവിടെ നിന്ന് ടക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റിന്. ടക്ക് അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കാം. പിന്നെ സൈഡിലെ ടക്ക് നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേക്കാളും ഇറക്കം കൂടുതലാണെങ്കിലാണ് ഞാൻ സൈഡിൽ ടക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ മിക്കപ്പോഴും അങ്ങനെ വരാറുണ്ട്. ബാക്കിലത്തെ പീസിനേക്കാളും ഫ്രണ്ട് പീസ് നമുക്ക് ഇറക്കം കൂടുതൽ വരാറുണ്ട് സൈഡിൽ. അപ്പോൾ അങ്ങനെ ഇറക്കം വരുമ്പോഴാണ് സൈഡിൽ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ ബാക്കിന് ഏകദേശം 16 ഇഞ്ച് ഇറക്കം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇറക്കം വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ട് ടക്കിട്ട് കൊടുത്താൽ മതിയാവുമായിരിക്കും. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ സൈഡിൽ നമ്മളിത് വെട്ടിക്കളയരുത് സൈഡിൽ. കാരണം നമുക്ക് ബസ് സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ടക്ക് പോയിൻ്റൊക്കെ ഇടുന്നത് കേട്ടോ. ഇനി നമുക്ക് കൈ നോക്കാം. നമ്മൾ ക്രോസ് പീസ് ആയതുകൊണ്ട് ഏകദേശം കൈക്ക് ലെങ്ത് ഇച്ചിരി കുറവായിരിക്കും. ഒരു 1/2 ഇഞ്ചൊക്കെ കുറവുണ്ടാവും. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറവുണ്ട്. ആ 1/2 ഇഞ്ച് നമുക്ക് നമ്മുടെ നല്ല പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് നമുക്കത് 1/2 ഇഞ്ചിൻ്റെ ഇതിലും നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ ഇത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇറക്കം 10 ഇഞ്ചാണ്, 11 ഉള്ളൂ. ആ 11 നമുക്ക് എന്താ പറയുക, നല്ല പീസിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ണം 7, വണ്ണം താഴത്തെ വണ്ണം 5.5 കേട്ടോ. അപ്പോൾ കൈയുടെ വണ്ണം 7, കൈയുടെ വണ്ണം 7, താഴത്തെ വണ്ണം 5.5. നമുക്ക് 9 കിട്ടണമല്ലോ. നേരത്തെ അളവ് ഓർമ്മയുണ്ടല്ലോ, 9 നമ്മുടെ അമഹോളിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് 9 കിട്ടണം. അപ്പോൾ അതേ വരച്ച് വെച്ചു 9 ഇഞ്ച് അത് കിട്ടി. താഴത്തെ വണ്ണം 5.5 5.5 നമുക്ക് അളവിൽപ്പെടുത്തി കൊടുക്കാം. നമ്മുടെ കൈയുടെ ബ്ലൗസിൽ എത്ര അളവുണ്ട് ആ അളവിനനുസരിച്ച് നമുക്ക് അളവിൽപ്പെടുത്തി കൊടുക്കാം. മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കത് വെട്ടിക്കൊടുക്കാം. ബ്ലൗസിൻ്റെ ആം ഹോള് എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് പിടിക്കുമ്പോൾ കിട്ടുന്ന കറക്റ്റ് അളവാണ് കേട്ടോ. നമ്മൾ ബ്ലൗസ് കൈ വെട്ടുമ്പോഴും നമ്മൾ എടുക്കേണ്ട കേട്ടോ. നമ്മൾ ചരിച്ച് വെച്ച് നോക്കിയൊന്നും വേണ്ട. നമുക്ക് കൈക്കുഴി വെട്ടിക്കൊടുക്കാം. കുറച്ച് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെട്ടിയിട്ടുണ്ട്. ഒത്തിരി ഒന്നും വെട്ടി കൊടുക്കണ്ട. കുറച്ച് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പട്ടക്കുള്ള പീസ് വെച്ച് കൊടുക്കാം. പട്ടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ സൈഡിൽ കുറച്ച് വീതിയുള്ള പട്ട. ഫ്രണ്ടിൽ പട്ടക്ക് വീതി കുറവും സൈഡിലെ പട്ടക്ക് വീതി കൂടുതലായിരിക്കും കേട്ടോ. 11 ഇഞ്ചാണ്ടോ ലെങ്ത്ത് വരുന്നത്. ലെങ്ത്ത് മീൻസ് പട്ടയുടെ വീതി നീളത്തിലെടുക്കില്ലേ, അത് 11 ഇഞ്ചാണ്. ബാക്കി ഞാൻ എടുക്കുന്നത് 3 4.5 സൈഡിൽ 4.5, ഫ്രണ്ട് ഭാഗത്ത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് പീസ് ക്രോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇത് കൂടുതലാണ്, ഇറക്കം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പീസ് 3 ഇഞ്ചും ബാക്ക് പീസ് സൈഡ് പീസ് 4.5 വിത്തിലാണ് ഞാനത് കട്ട് ചെയ്തേക്കണത്. ഇനി നമുക്ക് ഈ അളവുകളെല്ലാം അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ നല്ല പീസിലോട്ട് കൈക്കാണ് മടക്കിക്കുന്നത്. അപ്പോൾ കയ്യിൽ വെട്ടാട്ടോ. നല്ല പീസിൻ്റെ ആ ഭാഗത്ത് കണ്ടോ, അതായത് സാരിയുടെ തുമ്പിലുള്ള ഒരു ഇതാണ് കേട്ടോ, അത് വെട്ടിക്കളഞ്ഞു. ഒന്നാമത്തെ സാരി ബ്ലൗസ് വിത്ത് ബ്ലൗസ് വീതി ഉണ്ടാവില്ലല്ലോ കസവിൻ്റെ പട്ട് സാരിക്ക്. അപ്പോൾ ഇതിന് വീതി കുറവാണ്, കുറച്ചല്ല വീതി കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. എന്തായാലും വീതി കുറവാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ബ്ലൗസ് പീസുകൾ വെച്ച് നോക്കാം എന്തോരം വീതി കുറവുണ്ടാവുമെന്ന്. എന്നിട്ട് അതനുസരിച്ച് സൈഡിലേക്ക് നമുക്ക് ഒരു പീസ് എക്സ്ട്രാ പീസ് 2 പീസ് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൈ ഇതാണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് നമ്മുടെ കൈക്ക് വണ്ണം കുറവ് വ്യത്യാസമുണ്ട്. ആ വണ്ണക്കുറവ് നമുക്ക് നല്ല പീസിലേക്ക് പുതിയ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം.
അതുപോലെ ഇറക്കത്തിലും കുറച്ച് ഇറക്കം കുറവാണ് ലൈനിങ് പീസിൽ. അപ്പോൾ ആ ഇറക്കക്കുറവ് നമ്മൾ നമ്മുടെ സാരി ബ്ലൗസിന്മേലേക്ക് കുറച്ച് കുറച്ച് ഇറക്കി ഇട്ടിട്ടാണ് നമ്മൾ വെട്ടണത്. അപ്പോൾ അത് നമ്മൾ ലൈനിങ്ങിലേക്ക് ഇങ്ങനെ മടക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇറക്കക്കുറവ് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കണേ കേട്ടോ. സൈഡ് വെട്ടിയെടുക്കാം. സൈഡിലേക്ക് ഒരു 2 പീസ് കുറവുണ്ട്. ആ പീസ് നമ്മൾ വെച്ച് നോക്കണം കിട്ടുമോയെന്ന്. ആ പീസിനെ വെച്ച് നോക്കണേ കേട്ടോ. എത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ബ്ലൗസ് പീസൊക്കെ തയ്ച്ച് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം എത്തിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡി പാർട്ട് വെട്ടാം കേട്ടോ. ബാക്ക് പീസും അതുപോലെ തന്നെ ഫ്രണ്ട് പീസുമാണ് വെട്ടണത്. ബാക്ക് പീസ് നമുക്ക് ഇങ്ങനെ തന്നെ അളവ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. താഴത്തെ പീസ് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റില്ല, അത് അരികത്ത് പോണതാണ്. അതേപോലെ സൈഡിലെ പീസും നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് ഇതാണല്ലോ, ക്രോസ് പീസാണല്ലോ. നമ്മളിങ്ങനെ ചരിച്ച് വെച്ച് നോക്കണേ ഉണ്ടോ, ചരിച്ച് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ആദ്യമേ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ആ പീസ് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ഒരു വണ്ണം കുറവുണ്ട് സൈഡിലാണ്. നമുക്ക് ചെറിയ പീസ് വെക്കണമെങ്കിൽ മാത്രം അറ്റാച്ച് ചെയ്താൽ മതി. അത് ചിലപ്പോൾ അത് തയ്യൽ തുമ്പിൽ പൊയ്ക്കോളും, വലിയ കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ ഞാൻ ബ്ലൗസ് വെട്ടി കൊടുക്കണേ ഉണ്ടോ, അതങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ നല്ല പീസിലോട്ട് വെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ട് പീസും കൂടി വെട്ടണേ, ചരിച്ച് വെച്ചാണ് കൊടുക്കുന്നത്. ചരിച്ച് നമ്മുടെ ഫ്രണ്ട് പീസ് ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഫ്രണ്ട് പീസ് കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കറക്റ്റായിട്ട് ഫ്രണ്ട് പീസ് കിട്ടുന്നുണ്ട്. വെട്ടിക്കൊടുക്കാം നമുക്കത്. ഒന്നും ചെയ്യേണ്ട. നമ്മൾ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ വെട്ടിയില്ലെങ്കിലേ നമ്മുടെ നല്ല പീസ് സാരിയുടെ ബ്ലൗസൊക്കെ അല്ലേ, അപ്പം നമ്മളത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം വെട്ടിപ്പോയാൽ പിന്നെ പങ്കപ്പാടാണ്. പിന്നെ നമ്മളതിന് ഇഴപ്പെല്ലാം കൂട്ടി അത് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇത് കൂട്ടിക്കഴിഞ്ഞു, വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം വെട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് കൈക്ക് ഒരു ചെറിയൊരു പീസും കൂടി നമുക്ക് വേണം അവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട്. ആ 2 പീസും കൂടി നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അതും കൂടി നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ വേണ്ടത് നമ്മുടെ പട്ട, ഫ്രണ്ടിൽ വെക്കാനുള്ള പട്ടക്കുള്ള പീസ്, അതൊക്കെയാണ് ഇനിയും ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ പട്ട വെട്ടിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാ കട്ടിങ് കഴിഞ്ഞിട്ടോ. ഇനി ബാക്കിലത്തെ ഇതാണ് ഡയമണ്ടാണ്. ഇനി ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൈക്ക് ഡയമണ്ട് വെട്ടിയിട്ടില്ല. അപ്പോൾ ആ കൈയുടെ ഡയമണ്ടും കൂടി ഞാനത് ലൈനിങ്ങിലാണ് വെട്ടണത് കേട്ടോ. അതിന് പട്ടയൊന്നും വെക്കണില്ല കേട്ടോ. സെയിം തന്നെ 4 ഇഞ്ച് ലെങ്ത്ത് എടുത്ത് ഒരു 2 ഇഞ്ച് അകലപ്പെടുത്തി ചെറിയൊരു ഡയമണ്ട് ഷേപ്പാണ് ഇങ്ങനെ വെട്ടിക്കൊടുക്കണത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡയമണ്ട് ഷേപ്പ് ഇതുപോലെ തന്നെ വരച്ചു. എന്നിട്ട് ഡയറക്റ്റ് തന്നെ ഞാനത് വെട്ടണേണ്. കാരണം ഞാനിത് രണ്ടും അത് നെക്ക് ആണെങ്കിലും കൈയുടെ ആണെങ്കിലും നല്ല പീസും ബാക്ക് പീസും വെച്ചടിച്ച് മറിക്കാനായിട്ടാണ്. കണ്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഡയമണ്ട് ഷേപ്പ് നമ്മുടെ കൈക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് കാണുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു, ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു. ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്